ഒരു റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറയാവുന്ന, റിയലിസ്റ്റിക് ആവില്ല സിനിമ, എന്നാൽ അങ്ങനെയൊക്കെ പറയപ്പെടുന്ന വലിയ ഡ്രാമകളോ വലിയ വലിയ ഹീറോയിസങ്ങളോ ഇല്ലാത്ത രീതിയിൽ സിനിമ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ആവേശത്തിൽ ഈ പറഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ സമൂഹം എടുക്കുന്നത്? ഏത് സമൂഹമാണ് ഇത് കാണുന്നത്? ഉദാഹരണത്തിന് ഇപ്പൊ മലയാളത്തിലെ ഒരു കൾട്ട് പ്രയോഗമാണ് ജോർജ് സർ. സുഹൃത്തുക്കളായ അല്ലെ നടികളായ ആൾക്കാർ പറയും, നിന്റെ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഇപ്പൊ ജോളി ചേച്ചി പറഞ്ഞാണ്, നീ ഒരു പെണ്ണിനെ വെച്ച് എഴുതും എന്ന് പറഞ്ഞ് തമാശക്ക് പറയാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് റോന്തിനകത്ത് റോഷൻ ചെയ്യുന്ന കഥാപാത്രം, അയാൾ ഭയങ്കര നെയ്വാണ്, അയാൾ കുറെ അബദ്ധങ്ങൾ ചെയ്യുന്നു. ആ അബദ്ധം കാണിക്കുന്ന പോലീസുകാരനെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവരൊന്നും ഇൻഫെയിലിബിൾ ആയിട്ടുള്ള മനുഷ്യരല്ലേ. ഇപ്പൊ നമ്മൾ പോലീസ് കഥകൾ എടുക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന അധികാരത്തിന്റെ, ഇപ്പൊ ഏത് സർക്കാരാവട്ടെ, എ ഓർ ബി ഓർ സി, ആ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ അധികാരത്തിനോട് അനുയോജിച്ചിട്ട് ഒരു പോലീസുകാരനെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ആ അധികാരത്തെ മാറ്റി നിർത്തിയിട്ട് നിലനിൽക്കുന്ന സർക്കാർ, ഏത് സർക്കാർ തന്നെയായാലും, ഏതായാലും എ ഓർ ബി ഓർ ഏത് രാജ്യത്തെ വേണമെങ്കിലും എടുക്കാം, നമ്മൾ കേരളം മാത്രം എടുക്കണമെന്നില്ല. അപ്പം അത്തരത്തിൽ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ നമുക്ക് മോൾഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ പൊതുജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ എപ്പോഴും. അപ്പോൾ അവർ അത്തരത്തിലുള്ള റെഫറൻസ് പറയാറുണ്ടോ? നമ്മളുടെ നിലനിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഈ സ്റ്റേറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ മാളു ആദ്യം പറഞ്ഞൊരു കാര്യം, അതായത് എനിക്ക് വേണ്ട ഒരു നിയമം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് പോലീസ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് എന്ന് പറയുന്ന അധികാരത്തെ നിങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ഷാഹി മാത്രമല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ പൊതുവായിട്ടുള്ള ഒരു കഥാപാത്ര നിർമ്മിതി എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന അധികാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക്? എന്താണ് ഈ പൊതു സമൂഹം പറയുക? ഇല്ല, എനിക്ക് ഇത്രയും നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഉത്തരം കിട്ടാൻ എനിക്ക് മനസ്സിലായില്ല. എന്നാലും എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. ഇല്ല, ഞാൻ തന്നെ പറയുന്നത്, എന്റെ സിനിമകളിൽ, ഞാൻ ചെയ്ത സിനിമകളിൽ എവിടെയും നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കാണാൻ പറ്റില്ല. ഇപ്പൊ നായാട്ടാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് ലെഫ്റ്റോ റൈറ്റോ എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ ഏറെക്കുറെ ഡീൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ സിനിമ പറയുമ്പോൾ ഒരിക്കലും ഒരു എൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എനിക്ക് വിരോധമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള അങ്ങനത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ എൻ്റെ സിനിമയെ കൊടുക്കാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കല്ല ആർട്ടിൻ്റെ ഭാഗത്തോ കഥയിലല്ലാതെ ഒരു ഷൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചിഹ്നങ്ങൾ മുഖാന്തരം എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ എഴുത്തിൻ്റെ സമയത്ത് ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് വേണ്ടി സിനിമകൾ ചെയ്യാറില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ അത്യാവശ്യം പൊളിറ്റിക്കൽ ഒരു സിനിമയെന്ന് പറയാവുന്ന നായാട്ടിൽ അങ്ങനെ ഒരു ചെയ്തില്ല. ഇപ്പം റോന്തിലാണേലും നമ്മൾ ഏത് പാർട്ടി ഭരിക്കുന്നു, കേരളത്തിൽ ആരാണ് ഭരിക്കുന്നത് എടുക്കുന്നതെന്നൊന്നും മെൻഷനേ ചെയ്തിട്ടില്ല. കാരണം രാഷ്ട്രീയം പറച്ചിലല്ല, അങ്ങനത്തെ ഒരു രാഷ്ട്രീയം പറച്ചിലല്ല എൻ്റെ സിനിമ എന്നുള്ള ആണ് വിശ്വാസം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്കാണ്, എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ട്. ഒരു ഭരണകൂടം എപ്പോഴും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാണെന്നും ഭരണകൂടമാണ് ഈ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കഥാപാത്രങ്ങൾക്ക് അങ്ങനെയില്ല. പിന്നെ നമുക്ക് കുറച്ച് പഴയ പുറകിലോട്ട് പോയാലറിയാം സിനിമയുടെ ഒരു കച്ചവടം. നേരത്തെ പറഞ്ഞ റോംകോം എന്ന് പറയുന്ന കണക്കാണ് ഒരു കാലഘട്ടത്തിൽ ചുവപ്പ് കൂടി കച്ചവടമായ ഒരു സമയമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മെക്സിക്കൻ അപാരത, ഒരു കേശുകാരൻ്റെ കഥയായിരുന്നു. ആ സിനിമയപ്പോൾ ചുവപ്പായെന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്. എന്തായാലും അങ്ങനത്തെ പൊളിറ്റിക്സ് കൊണ്ട് കൈയടി കിട്ടപ്പെടാവുന്ന കാലഘട്ടത്തിൽ അതൊരു കച്ചവടമാണെങ്കിൽ അങ്ങനെ കച്ചവട സിനിമകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. രക്തസാക്ഷികൾ, സിന്താബ, എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ശിവദാസ് എന്നൊക്കെ പറഞ്ഞ സിനിമകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു വ്യവസായമാണ്. അത് ഇടപെടുന്ന ആൾക്കാർ പല രീതിയിലായിരിക്കും കാണുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായി എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരു പൊതു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം മാറ്റി വയ്ക്കുന്ന വിചാരിക്കാം. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പോലീസ് സീൻ കാണാമെന്ന് വിചാരിക്കാം. നമ്മൾ ഭൂരിപക്ഷ സീനുകൾ കാണുന്നത് മുഖ്യമന്ത്രി വിളിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കുന്നു, അങ്ങനെ. അതായത് ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലല്ല. അതായത് പോലീസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്ന ഭൂരിപക്ഷ സീനുകൾ, നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു സിനിമയിൽ വരുന്ന ഭൂരിപക്ഷ സീനുകൾ പലപ്പോഴും നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീനുകളായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഖ്യമന്ത്രിക്ക് പോലീസ് എസ്കോർട്ട് വേണ്ട, അകമ്പടി വാഹനങ്ങൾ വേണ്ട എന്നുള്ളൊരു വാർത്ത ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, പോലീസിൻ്റെ പണി അല്ലെങ്കിലും എസ്കോർട്ട് പോകുന്ന പണിയല്ല, പോലീസിന് ആ പണിയല്ല ഉള്ളത്. പോലീസ് കുറച്ച് ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പോലീസിന് വേറെ എന്തൊക്കെയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊരു സിനിമ കാണുമ്പോൾ സമയത്ത്
ഇത്തരത്തിലുള്ള സീൻ, അത് ഈ പോലീസ് വണ്ടിയെ നമ്മൾ കാണുന്നത് തന്നെ ഭൂരിപക്ഷ സീനുകളിലും കാണുന്നത് തന്നെ ഇത്തരത്തിലുള്ളൊരു മേക്കിംഗ് ആയിട്ടാണ്. അതാണ് അതിനെ പറ്റിയിട്ട് കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഉദാഹരണത്തിന് ഒരു മന്ത്രി വരുന്നു, ആ മന്ത്രിയുടെ കൂടെ പോലീസ് അകമ്പടി വരുന്നു, ആ പോലീസിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് പോലീസിനെ വിളിക്കുന്നു, സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് സീനുകൾ, നമ്മളെ സിനിമയിലെ സീനുകൾ കൂടുതൽ കാണുക. ഞാൻ ഷാഹി അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. അപ്പൊ ബാക്കി എന്താണ് പോലീസ് ചെയ്യേണ്ടത്? അത് ജനങ്ങൾ കാണുന്ന പോലീസ് സീനുകൾ എപ്പോഴും ഇത്തരത്തിലുള്ള സീനുകളാണ് ഏറ്റവും കൂടുതൽ. ഇത് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമ്മളിതിന്റെ യഥാർത്ഥം കാണിക്കുകയല്ല, നമ്മളൊരു സിനിമയുടെ ടെൻഷൻ ബിൽഡ് ചെയ്യായിരിക്കും. ഇപ്പൊ പലപ്പോഴും SP വിളിച്ചു, അല്ലെ മന്ത്രി വിളിച്ചു, ഒരു കൊലക്കേസ് വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട അന്വേഷണ നായകന് പ്രഷർ കിട്ടുക, ആ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുക, അതിനെ അയാൾ സർവൈവ് ചെയ്യുന്ന സീൻ കാണിക്കാൻ വേണ്ടിയാണ് അപ്പുറത്ത് ഈ സാധനം ഉപയോഗിക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് നമുക്ക് നാട്ടിൽ ഒരാൾ വന്ന് ആ കേസ് എന്തായി സാറേ എന്ന് ചോദിച്ചാൽ അതിനൊരു പവർ കിട്ടില്ല. അപ്പം നായകന്റെ പ്രശ്നങ്ങളും കാണിക്കാൻ ഉപയോഗിക്കും. പിന്നെ എസ്കോട്ടിന്റെ കാര്യം പറഞ്ഞ കണക്ക്, ഇപ്പൊ എന്ന് പറഞ്ഞ കണക്ക് എസ്കോട്ടും പൈലറ്റും മാത്രം മതി എനിക്കൊന്നൊരു മുഖ്യമന്ത്രിക്ക് പറയാം, വളരെ ഈസിയാണ്, കാരണം നമുക്ക് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ ഇദ്ദേഹം തന്നെ തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂർ ഇപ്പം പാപ്പിലേശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫംഗ്ഷന് വരുവാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന പൈലറ്റ് വണ്ടിക്കോ എസ്കോട്ട് വണ്ടിക്കോ അറിയില്ല ആ സ്ഥലം, എന്നാലും അതിന്റെ മുമ്പിൽ ഇവിടുത്തെ ലോക്കൽ പോലീസ് വണ്ടി ഓടിയേ പറ്റൂ. ഞാൻ പറഞ്ഞ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ആക്ച്വലി ഇങ്ങനെയാണ് വണ്ടികൾ ഓടപ്പെടുന്നത്. കാരണം ആഭ്യന്തര മന്ത്രി വരുമ്പോഴോ അല്ലെ മന്ത്രിമാർക്കോ ഈ സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്ന പോലീസിന്റെ ജോലിയുള്ള ഒരു ഭാഗം തന്നെയാണിത്. പിന്നെ തിരിച്ചു ചോദിച്ചാൽ എന്തിനാണ് പോലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നോക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കുക എന്നാണ് പോലീസിന്റെ വാക്ക്. ആരാണ് ജനം, ആരുടെയാണ് സ്വത്ത്? തിരിച്ചൊന്നും ചെയ്യും. ഈ ലോകത്ത് ചോദിച്ചാൽ എല്ലാവർക്കും തുല്യാവകാശമല്ലേ ഉള്ളൂ. ഇവിടുത്തെ ബിൽ ക്ലിന്റൺ ആണെങ്കിലും അല്ലെ ട്രംപ് ആണെങ്കിലും ഏത് ഭരണകർത്താവാണെങ്കിലും ഞാനാണെങ്കിലും ഈക്വലാണ്. ഇവിടെ പറയുന്നത് തന്നെ ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ്. അവിടെ ഈ ചോദ്യത്തിന് പോലും പ്രസക്തമല്ല. കാരണം നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത്. ഇപ്പം ഭരണകൂടം നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും നമുക്ക് അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ സിനിമയിൽ നിന്ന് ഇത് മനഃപൂർവ്വം ഒഴിച്ചു മാറ്റുകയല്ല. സിനിമയിൽ ആ ഭരണകൂടം എന്തായാലും നമ്മൾ എങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എഴുതിയാലോ അല്ലെങ്കിൽ സീരിയസ് സിനിമ എഴുതിയാലോ നമുക്ക് അതിനെ ഒഴിവാക്കി പോകാൻ പറ്റില്ല. അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമായി വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ സിസ്റ്റത്തിൽ ഇപ്പോൾ ഷാഹി പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റത്തിൽ ജനങ്ങൾ വന്ന് ചോദിക്കുകയാണ് ഈ കേസ് എന്താ നടക്കാത്തത്, അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ അല്ലെങ്കിൽ SP വിളിച്ചു പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത്, ഏറ്റവും സമരമുഖത്തിലേക്ക് വന്നത് ബഹുമുഖ ജനങ്ങളാണ്. ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്ന്, ഇപ്പം നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ എടുത്തു നോക്കിയാൽ ക്യാമ്പസിൽ നിന്ന് വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എടുത്തു, കുട്ടികളുടെ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം സാമൂഹികമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടായപ്പോഴാണ് ഏറ്റവും അധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയ ഒന്നല്ല. പക്ഷെ നമുക്ക് മീഡിയ വരുമ്പോൾ ഈ പറഞ്ഞ കൾച്ചറിലേക്ക്, പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇതൊരു റിവേഴ്സ് പ്രോസസ്സായിട്ട് ഇപ്പം ചരിത്രം അവിടെ വല്ലാതെ ഡീകൺസ്ട്രക്ട് ചെയ്ത് പോകുന്നില്ലേ മാളും? ഉണ്ട്. അങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് പോകപ്പെടേണ്ട ഒരു കാര്യം കൂടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം ഒരാൾ ചോദ്യം ചെയ്യുന്നത് ചിലപ്പം അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം തന്നെ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റയൊക്കെ ഉള്ളു. അപ്പം എത്ര ആയിരം മനുഷ്യർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ചാറ്റ് ബോട്ട്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പൊളിറ്റിക്സും കൂടെ മാറ്റി വെച്ചാലും എത്ര ആയിരം മനുഷ്യർ ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ. പലപ്പോഴും ആ പ്ലാറ്റ്ഫോംസ് ഒരു കൗണ്ടർ റിപ്പബ്ലിക് പോലെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലും കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവിടെയും സർവെയിലൻസ് മെക്കാനിസങ്ങൾ, ഇപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നു സൈബർ ബുള്ളിയിങ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ ഇവിടെ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാണ്. ഈ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളുടെ ഹാൻഡിലുകൾ നിങ്ങൾ എടുത്തു നോക്കുക, ആയിരക്കണക്കിന് കമൻറ്റുകൾ, അവരെന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും അത് ഏത് രാഷ്ട്രീയമാണെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഏത് രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും തെറിവിളികൾ മാത്രമല്ല, അവരുടെ ഫാമിലി ലൈഫ് എല്ലാ കാര്യങ്ങളും സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന രീതിയിലുള്ള. പക്ഷേ ഇതിനെതിരെ ഒരു സർവൈലൻസ് വരുന്നുണ്ടോ പലപ്പോഴും? ഈ ഒരു എന്താണ് നമ്മൾ പോലീസിങ് സിസ്റ്റം, ആ വാക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം മോറൽ പോലീസിങ് ആണെങ്കിലും ലിംഗ്വിസ്റ്റിക് പോലീസിങ് ആണെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറത്ത് സർവേയിൽ ചെയ്യുന്ന കണ്ണുകളുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഒരു സ്റ്റേറ്റിന് സർവേയിൽ ചെയ്യാൻ പറ്റില്ല. ആ പെർസെപ്ഷനിലാണ് പലപ്പോഴും സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. അതായത് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള ധാരണ മനുഷ്യരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രക്രിയ കൊളോണിയൽ സിസ്റ്റത്തിന് വയലൻസിലൂടെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണകൂടം നമ്മുടെ പുറത്ത് ഭരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഫിയർ ഓഫ് പോലീസ് എന്നുള്ളൊരു കാര്യം വരുന്നത്. പിന്നെ നേരത്തെ അനു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കളക്റ്റീവ് മൂവ്മെൻറ്റ്സ് എവിടെ
എന്നൊക്കെ വന്നിട്ടുണ്ടോ അതിനെതിരെ സ്റ്റേറ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം കൂടിയാണ് പോലീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പഠിച്ചത് ലൈഡൻ യൂണിവേഴ്സിറ്റിയിലാണ്, ആംസ്റ്റർഡാമിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ഞാനൊരു മാരത്തോണിന് പങ്കെടുക്കുകയാണ്. മാരത്തോണിന് ഓടുന്ന മനുഷ്യർക്ക് വെള്ളം കൊടുക്കാൻ നിൽക്കുന്നത് പോലീസുകാരാണ്. അപ്പോൾ മാരത്തോണിൽ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, നമുക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ തളർന്നു നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകെ ഒരു പോലീസുകാരൻ ഒരു 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ വന്നിട്ട് കയറുന്നോ, ഞാൻ കുറച്ച് ദൂരം കൊണ്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എന്ന് ആലോചിച്ചത്, ഞാൻ അയാളുടെ വണ്ടി കയറി. മാരത്തോണിൽ കുറച്ച് കള്ളത്തരം കാണിച്ചാണ് വണ്ടി കയറി ഞാൻ പോയി. പക്ഷെ ഞാൻ അന്ന് മാരത്തോൺ കഴിഞ്ഞ് ഞാൻ ആലോചിച്ചാണ്, കേരളത്തിലൊരു പോലീസുകാരനാണ് ഇതുപോലെ ഒരു ബൈക്കും കൊണ്ടുവന്ന് കയറുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കയറത്തില്ല. അത് എൻ്റെ സൈക്കോളജിക്കൽ മെന്റൽ പ്രശ്നം കൂടെ ആയിരിക്കും. ഒരു നിമിഷം, ഇത് തന്നെ സിനിമയിൽ ഇരുന്നുകൊണ്ട് സിനിമയെ കുറ്റം പറഞ്ഞുകൊട്ടെ. ഞങ്ങളും നേരത്തെ പറഞ്ഞു വന്ന കണക്കാണ്, ഈ സിനിമയെ കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് കേരളത്തിൽ. ഇപ്പം ഞാൻ പറയാം, നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സർസിപിയുടെ കാലം, അത് കഴിഞ്ഞിട്ട് ഒരു അടിയന്തരാവസ്ഥ കാലം വരെ ഒരു പോലീസ് ബ്രൂട്ടാലിറ്റിയെ നമുക്ക് പറയാമായിരുന്നു. കാരണം പണിയില്ലെങ്കിൽ പോയി പോലീസിന് കയറാമെന്ന് പറയുന്ന സമയത്ത് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ പോലീസിൽ കയറുകയും അത്തരം അക്രമങ്ങൾ നരിച്ചുവിടുകയും സാധാരണ ജനത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുള്ളൊരു കാലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 90 തൊട്ട് PSC വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു +2 തലത്തിനപ്പുറത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത്. ഈ സിസ്റ്റം മൊത്തം മാറി, ഏകദേശം നന്നായി മാറി. പക്ഷേ ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് തോന്നാനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദാഹരണമായി പറയാവുന്നൊരു സിനിമയാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ സമയത്താണ്, ഞാനൊക്കെ ക്യാമ്പിലാണ്, തിരുവനന്തപുരത്തോട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത്. എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ അകത്തൊരു ഡയലോഗുണ്ട്, വിജയരാഘവൻ സാർ അവതരിപ്പിച്ച കഥാപാത്രം കാമുകിയെ വിളിച്ചിറക്കുവാണ്. കല്യാണത്തിൻ്റെ തലേന്ന് വിളിച്ചിറക്കാൻ ചെല്ലുകയാണ്. വിളിച്ചിറക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഞാനാ കെട്ടാൻ വന്ന പോലീസുകാരോട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഡയലോഗേ ഉള്ളൂ, പോലീസിനെ ചതിച്ചാൽ പുണ്യം കിട്ടും. അത് തിരുവനന്തപുരത്തും കണ്ണൂരും കാസർഗോഡും തിയേറ്ററിൽ മൊത്തം കയ്യടി കിട്ടിയ ഒരു സൃഷ്ടി ആണ്. അപ്പം നേരത്തെ പറഞ്ഞ കാണാം, കൊച്ചിൻ്റെ ചായക്കടയിൽ നിന്നിട്ട് പോലീസിനെ പേടിപ്പിക്കുകയാണ്. ആ കുട്ടി എന്തെങ്കിലും ചെല്ലുമോ? ഇത് നിങ്ങളെ സിനിമയോ സമൂഹമോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഞാനൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരു ഏതോ IIT എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അറസ്റ്റ് ചെയ്യല്ല, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ്, ഏറ്റവും മര്യാദയ്ക്ക് ഇവരെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് ബന്ധുക്കളെ ഏൽപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. കാരണം അന്ന് പണി കഴിഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഈ നമ്പർ തേച്ചില്ലേ പോകാൻ പറ്റാത്ത സാരത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇവരെ സ്വീകരിച്ചുകൊണ്ട് വരുമ്പം നെഞ്ചത്തിട്ടിടിച്ച് കരയുകയോ നിലവിളിക്കുകയൊക്കെയാണ് പോലീസ് ചിപ്പി. ഇവൻ്റെ ചിന്ത പോലീസ് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്നുള്ള ബോധമാണ് ആ IIT എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു പയ്യൻ്റെ ബോധം. ഇത് പോലീസിൻ്റെ കുഴപ്പമല്ല, മീഡിയ, സിനിമ, പൊതുജനം എല്ലാം കണ്ടുവച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം കൂടിയാണെന്ന് തോന്നുന്നു. ഷാഹിയോടോ മാളവികയോടോ ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഷാഹി കബീറിനോട് ചോദ്യം. മനോഹരമായ പോലീസ് സിനിമകൾ സമ്മാനിച്ചതിന് ആദ്യം തന്നെ നന്ദി. പതിറ്റാണ്ടുകൾ മലയാള സിനിമ പോലീസിന് കൽപ്പിച്ചു കൊടുത്ത ഒരു നരേറ്റീവ് ശരിക്കും പൊളിച്ചെഴുതി 1-2 സിനിമ കൊണ്ട് സാറ് എഴുതിയതും പിന്നീട് സംവിധാനം ചെയ്തതുമല്ലൊക്കെ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പോലീസ്. നായകൻ പോലീസായ സിനിമയെപ്പോലും നായകൻ വെറും ഹീറോ ആയിരുന്നു. ഈ ഒരു പച്ചയായ പോലീസിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഒരു ഘട്ടത്തിലും സിനിമ അതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ സിനിമകളിലാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ഒരു പോലീസുകാരൻ അവിടെ കിടന്ന് എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തന്നതിന് പ്രത്യേകം നന്ദി. അപ്പോൾ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. ഇനിയും ഈ പോലീസ് കഥകളിൽ തന്നെ ചുറ്റിത്തിരിയാണ്ട് മറ്റ് മേഖലകളിലേക്ക് സിനിമകളിൽ പോവുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം EMI എന്ന് നേരത്തെ ഒരു പ്രയോഗം ലാൽജോ സാറ് നടത്തിയായിരുന്നു. സിനിമാക്കാർക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മുന്നോട്ട് പോക്കുകൾ കഴിഞ്ഞിട്ട് പരീക്ഷണ സിനിമകളിലോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് സത്യത്തിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും 1-2 സിനിമ കൂടെ നിങ്ങൾ പോലീസ് പക്ഷത്തിൽ നിന്ന് കാണേണ്ടി വരും, അല്ലെ പോലീസ് സിനിമകളായി കാണേണ്ടി വരും. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള 2 കാര്യം കൂടെ ആഡ് വേഗം പറയാം. ഒന്ന്, ഈ മെൻ്റൽ പെർസെപ്ഷൻ്റെ പേടിയുടെ മാത്രമല്ല, ഓഫ് കോഴ്സ് നമ്മുടെ പോലീസിങ് സിസ്റ്റം ഒരുപാട് മാറിയിട്ടുണ്ട്, പോലീസുകാരും മാറിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പോലീസിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 20 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാലും
പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ ജെൻഡർ ഹിസ്റ്ററീസും കൂടെ ആണല്ലോ ഇതിനകത്ത്. ജെൻഡറുടെ കാര്യത്തിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ, ഞാൻ തന്നെ പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വളരെ, അപ്പോൾ ഇതൊരു എന്നാൽ എൻ്റെ കൂടെ വന്ന എൻ്റെ സൈബർ ബുള്ളിയെ കണ്ടുപിടിച്ച് തന്ന പോലീസുകാരും കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, ആ ഒരു ട്രാൻസിഷണറി ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ പെർസെപ്ഷൻ മാറേണ്ടത് മാത്രമല്ല, പോലീസിങ്ങിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നത്. ചോദ്യം വരാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ സമയം കുറച്ച് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സിനിമയിൽ രാഷ്ട്രീയം, പാർട്ടി ബേസ്ഡ് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ടെന്ന്. എൻ്റെ ഒരു റിക്വസ്റ്റ്, രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നത് തന്നെയാണ്. കാരണം അതിന് ഒരു വലിയ മേജർ പ്രശ്നം ഞാൻ പറയാം. റോന്ത് എന്നുള്ള സിനിമയിൽ കെവിൻ വധക്കേസായിട്ട് ഭയങ്കര വലിയ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ആസ് എൻ അംബേദ്കറായിട്ട് ഇത് ഞാൻ പറയാതെ പോയാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ജനതയോടും കേരള ജനതയോടും ചെയ്യുന്ന പ്രശ്നമായിരിക്കാം. അതിനകത്തൊരു ആക്സിഡൻ്റൽ ഡെത്ത് പോലെ, ഇത്രയും ഓണർ കില്ലിംഗ് ആയിട്ടുള്ള കെവിൻ്റെ വധത്തിന് ആക്സിഡൻ്റ് ഡെത്ത് പോലെ, അത് മേ ബി ഇത് അരാഷ്ട്രീയത പാലിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. കാണിക്കുമ്പോൾ അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഇവിടെ ഒരു ജനത മുഴുവൻ ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞ കേരളം പോലെ ഒരു സ്ഥലത്ത് നടന്നത് വീണ്ടും റിപ്പീറ്റ് ആയിരിക്കുന്നു. എന്നിട്ട് അപ്പോൾ അതിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നാളെ ഒരു ജനറേഷൻ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം നടന്നത്. കാരണം വിഷ്വാലിറ്റിക്ക് അത്ര വലിയൊരു ഇമ്പാക്റ്റും ഉണ്ട്. സോ ഫോർ മീ, പ്ലീസ് ഡ്വെൽവ് ഇൻടു ദ പൊളിറ്റിക്സ് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കണം. ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോ ഉദ്ദേശങ്ങളായിരുന്നു. ആദ്യത്തെ സിനിമ ജോസഫ് ചെയ്യുമ്പോൾ എൻ്റെ ഉദ്ദേശം സിനിമയിൽ കയറുക, സിനിമയെ സർവ് ചെയ്യാൻ വേണ്ടി അതുവരില്ലാത്തൊരു കുറ്റാന്വേഷണ സിനിമ എടുക്കുക. നായാട്ടെന്ന് പറയുന്ന രണ്ട് കുട്ടികൾ, ദളിത് കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ച സമയത്ത് ഒരു ഇലക്ഷൻ ടൈമിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസുകാർക്കെതിരെ ആ ഇലക്ഷൻ ടൈമിൽ ഒരു ഗെയിം കളിക്കാൻ നോക്കിയൊരു സാഹചര്യത്തിൽ സിനിമയുടെ ബേസ് ഐഡിയ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എലവിട പുഞ്ചിരാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നി. വളരെ ലോൺലി ആയിട്ടൊരു സ്ഥലത്ത് ചെയ്യണം. അപ്പോൾ ആ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് എനിക്കൊരു ഡയറക്ടോറിയൽ എക്സ്പെരിമെൻ്റ്, അല്ലെ വലിയ വലിയ സംഭവങ്ങളില്ലാത്ത രണ്ടുപേരെ വെച്ചൊരു ഫിലിം മേക്കിംഗ് എങ്ങനെ നടക്കുമെന്നുള്ളൊരു ഒരു ത്രില്ലിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഓഫീസർ ഡ്യൂട്ടി ഷുവർ, കൊമേഴ്ഷ്യൽ, മാസ, അല്ലെ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് പോയതാണ്. റോന്ത് വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഞാൻ ചെയ്ത റോന്തിൽ ഈ പറയുന്ന കണക്ക് ഞാൻ കെവിൻ കേസിനെ എനിക്ക് പലപ്പോഴും പലരും ആരോപിക്കപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ കേസന്വേഷണത്തിനുണ്ടായിരുന്ന ആൾക്കാർ എനിക്കറിയാം, പല രീതിയിലുണ്ട്. അതിൽ 2 പോലീസുകാർ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയപക്ഷം ഇടതുപക്ഷമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അതിനു മുമ്പുള്ള കോൺഗ്രസ് അസോസിയേഷൻ്റെ 2 പോലീസുകാർ, ഒരു ASIയും ഒരു പോലീസുകാരനും, കൃത്യമായി തന്നെ പറയാം, അവർ ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ്റെ സമയത്താണ് ഈ കെവിൻ സംഭവം നടക്കുന്നത്. അതിൽ ബലിയാടാക്കുകയും അവരെ അതേസമയം പോലീസിലെ യാതൊരു ഇതില്ലാതെ ഈ പോലീസിലെ അസോസിയേഷൻ്റെ ഭാഗമായി പോലുള്ള ആൾക്കാർ ചേർന്നുകൊണ്ട് അവരെ ജയിലിലടക്കുകയും അവർ പറയുന്ന കാര്യം കേൾക്കാതിരിക്കുകയും അവരെ പ്രതികളാക്കുകയും അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുകയും പിന്നീട് ഹൈക്കോടതി അവരെ തിരിച്ചു കയറ്റുകയും ഈ പോയ ട്രാവലിനിടയ്ക്ക് ആക്സിഡൻ്റ് ആവുകയും അവർ കിടപ്പിലാവുകയും അവരുടെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ജോലികൾ പോലും പല സ്ഥലത്തും മാറ്റി നിർത്തുകയും ചെയ്ത വല്ലാത്തൊരു കണ്ടീഷനിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അവരെ കോടതി FIR, എനിക്കറിയാവുന്നിടത്തോളം പറയാണ്, അവർ പറഞ്ഞല്ല ഞാൻ അന്വേഷിച്ചത് പറയുന്നത്, FIS ഇല്ലാതെ അവർക്കെതിരെ FIR ഇട്ടൊരു കേസാണ്. കോടതി അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം കഴിഞ്ഞാൽ ഈ കെവിൻ കേസിലെ പ്രതികളെ വെറുതെ മീൻസ് ജീവനെന്നോ എങ്ങനെയെങ്കിലുമൊക്കെ അവർ വെളിയിറങ്ങുന്ന സമയമായി. പക്ഷേ ഇന്നും അവർക്കെതിരെയുള്ള കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പോലീസ് പക്ഷത്ത് നിന്ന് ഈ 2 പോലീസുകാർ അനുഭവിച്ചൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കണക്കാണ്. നിങ്ങൾ മീഡിയ പറഞ്ഞതോ ജനങ്ങൾ പറഞ്ഞതോ ആയ കാര്യങ്ങൾക്കപ്പുറം പോലീസ് ലൈഫിൽ നമ്മൾ കാണുന്ന ചില റിയാലിറ്റികളുണ്ട്. അത് പലപ്പോഴും പൊതുബോധത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതിൽ എനിക്കെതിരെ പരസ്യമായി വന്ന ആരോപണങ്ങളിലൊന്നാണ് വീട്ടിൽ കിടന്ന, ശരിയാണ്, നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അയാൾ ജീവൻ മരണ പോരാട്ടത്തിൽ പോയി മരിച്ചു, എങ്ങനെ മരിച്ചാലും അത് കൊലപാതകം തന്നെയാണ്. അതൊരു കൊലപാതകം അല്ലാതാവുന്നില്ല. പിന്നെ സിനിമാറ്റിക്കൽ ടേൺ സസ്പെൻസ് ഒന്നും അല്ലാതെയും നിങ്ങൾ കൃത്യമായ ആ കേസിൻ്റെ ഫയലുകൾ പഠിക്കുകയും ചരിത്രകാരന്മാരായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പഠിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഇതേ കണക്ക് തന്നെ എനിക്ക് തോന്നുന്നു റോന്ത് ഇറങ്ങിയതിന് ശേഷം മീഡിയ 1 ചാനലിൽ അവരുടെ ഒരു ഫിലിം ക്രിറ്റിക്സായ ഒരു പെൺകുട്ടി ഇതേ കണക്ക് തന്നെ ദളിത് വിരുദ്ധനായ ഷാഹി കബീർ എന്ന് പറഞ്ഞ് വളരെ കൃത്യമായ
മീഡിയ വേണ്ട ദളിതുരതയാണ്, ഞാൻ പൊളിറ്റിക്കലി പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, കുട്ടി ഒരു കുഴപ്പമില്ല, എന്നെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു കുട്ടി ഒരു കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ റിയാലിറ്റികളെ കുറിച്ച് കൂടെ ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ മീഡിയയും പൊതുമുഖവും പറയുന്നൊരു കാര്യങ്ങളല്ല ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിൻ്റെ റിയാലിറ്റിയുടെ ആ കേസിൻ്റെ എൻഡ് വരെ പോവുക. ഇനി ഉദാഹരണം പറയാം, സജി പാടൂർ എന്ന് പറയുന്ന തൊണ്ടിമുതൽ ദൃക്സാക്ഷിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജയിലിൽ മുടിവെട്ടാൻ പോയപ്പോൾ ഇതിലൊരു പ്രതികളിൽ കണ്ടു. എന്നിട്ട് അയാൾ എന്നെ വിളിച്ചിട്ടടാ ഇത് എന്താണ് സാർ പറയുന്ന റിയാലിറ്റി പോലീസിന്റെ വീക്ഷണത്തിലുള്ള അതാണ് ഒരു പൊതു, അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരു പോലീസ് പക്ഷത്ത് നിന്നാണ് പറയുന്നത്, ഇതിനകത്ത് ദളിത് വിരുദ്ധത എന്നല്ല പറഞ്ഞ. ഞാൻ പറഞ്ഞ കൃത്യമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് നമ്മൾ സിനിമയിലും പറഞ്ഞിരിക്കുന്നത്. ഒരുത്തരം വീട്ടിൽ കിടക്കുന്ന ഒരാളെ തല്ലി കൊണ്ടുപോയി പിടിച്ച് അല്ല, അതിലൊരു പൊതു പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട്. ആ റീഡിങ്ങിനെ കൂടെ ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നേരത്തെ ഷാഹി പറഞ്ഞൊരു വാചകം കൂടി ഞാൻ പറയാം. ഇപ്പൊ വിദ്യാഭ്യാസം വന്നതുകൊണ്ട് വിദ്യാഭ്യാസം വന്നു അതുകൊണ്ട് ഒത്തിരി വ്യത്യാസം വന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം വന്നതുകൊണ്ട് മാത്രം ഒരാള് പൗരബോധത്തോടുകൂടി പെരുമാറുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും അധികം സ്ത്രീ പീഡനം നടത്തുന്നത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരാണ്. ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഗുണങ്ങൾ നമുക്ക് ആ രീതിയിൽ ഒറ്റ സ്ഥലത്തേക്ക് കെട്ടിവെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പോലീസ് വിദ്യാഭ്യാസം വന്നതുകൊണ്ട് ഇപ്പൊ പണ്ട് ഇപ്പൊ എല്ലാവരും പോലീസായി, ഇന്ന് വിദ്യാഭ്യാസം അല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, പോലീസുകാര് പൊതുജനത്തിനോടുള്ള കടന്നുകയറ്റം വളരെ കുറഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആർഗ്യുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞാനത് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു ഇനി ഞാൻ മാറ്റി അല്ല അതൊരു വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യം അല്ല. അതായത് സിസ്റ്റത്തിനെ പൊതുവായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ ഒരു ക്രൈമിനെ നമ്മൾ എങ്ങനെയാണ്, നിങ്ങൾ പോലീസ് വീക്ഷണം പറയുമ്പോൾ അതിൻ്റെ ഒരു ബദലായിട്ടൊരു സൊസൈറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു വീക്ഷണത്തെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇപ്പം നമ്മൾ പറയുന്നല്ലോ, ഒരു ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ 100 വർഷം കഴിഞ്ഞ് നമ്മളൊരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബാഹുബലി സിനിമ ഇപ്പോൾ കുട്ടികൾ സത്യമാണെന്ന് വിചാരിക്കുന്നത്? അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അത് സത്യമാണ്, ഇന്ത്യയിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം സിനിമ 100% ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷം മാളവിക, ഷാഹി കബീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും. ഇവിടെ സംവാദത്തിൽ പങ്കെടുത്ത, എനിക്ക് തോന്നുന്നു അദ്ദേഹം പോലീസാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനും അല്ലേ യഥാർത്ഥ പോലീസിന്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസായിരിക്കുമെന്ന്. ചോദ്യം ചോദിച്ചതിനും പ്രത്യേകം നന്ദി. താങ്ക് യു.